ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് ഞാൻ ഇടുന്നത് തന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഗിഫ്റ്റായിട്ട് സ്പ്രേ ആണ് വാങ്ങി തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ നേരം പറഞ്ഞു നല്ല മണമുള്ള സ്പ്രേ ഇടുന്നെങ്കിലും കിട്ടും, നല്ല വാങ്ങണം എന്നെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനത് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത്, അപ്പോൾ തലേന്ന് പിറ്റേന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വാങ്ങി തരും. ഞാനായിട്ട് അങ്ങനെ ഗിഫ്റ്റൊന്നും വാങ്ങി കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ വെച്ചൊന്ന് കേക്കാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ വീട്ടിൽ കേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഡയറി മിൽക്കും മിൽക്കി ബാറെല്ലാം വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് കേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര വലിയ സക്സസ് ആയിട്ടുമില്ല. അപ്പം ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കേക്ക് ആക്കിയതെല്ലാം പൊളിഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി ഞാൻ കേക്ക് ആക്കിയിട്ട് എങ്ങനെയെങ്കിലും നല്ലൊരു കേക്ക് ആക്കുമെന്ന് ഞാൻ മുന്നേത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 14-ാം തീയതി ഞാൻ ഉടനെ കേക്കാക്കി കൊടുത്തു. അത് അത്ര വലിയ നല്ലതായിട്ടില്ലെങ്കിലും 15-ാം തീയതി ഞാൻ ഒരു കേക്കും കൂടെ ആക്കിയിട്ടുണ്ട്. അത് ഒന്നുമില്ലെങ്കിൽ മോശമില്ലാത്ത രീതിയിൽ നല്ലൊരു വൃത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അങ്ങനെ ബീറ്ററൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിസ്ക് വെച്ചിട്ട് പണ്ട് തൈര് കടഞ്ഞെടുക്കുന്ന പോലെ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടാണ് ഒരു 10-15 മിനിറ്റ് എടുത്തിന് ഇതിങ്ങനെ 4 മുട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ പൊന്തി വരാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയൊന്നും കേക്കൊന്നും അങ്ങനെ ഉണ്ടാക്കാത്തതുകൊണ്ട് പിന്നെ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ ആക്കുന്നതാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാമെന്ന് വെച്ചിട്ട് ബീറ്ററൊന്നും വാങ്ങിയിട്ടില്ല. എപ്പോൾ ആക്കുന്ന കൂട്ടത്തിലേ ബീറ്ററിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഞാൻ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മുട്ട പതപ്പിച്ച് വെച്ചതിലേക്ക് കൊക്കോ പൗഡറും മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും പിന്നെ പഞ്ചസാര പൊടിച്ചതെല്ലാം ചേർത്ത് വെച്ചിട്ട് അങ്ങനെ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം തുടച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അതെല്ലാം പൊടി തട്ടിയിട്ട് വെക്കുന്നുണ്ട്. ഏട്ടന് ഉച്ചയ്ക്ക് വന്നിട്ടാകുമ്പോൾ ഇത് കൊടുക്കാനുള്ള രീതിയിലാണ് ഞാനൊരു ഉച്ചയായ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതാക്കി വെച്ചിട്ടുള്ളത്. 2-3 പ്രാവശ്യമെല്ലാം ആക്കിയപ്പോൾ 2-3 അല്ല 4 പ്രാവശ്യമെല്ലാം ആക്കിയപ്പോൾ പിന്നെ കേക്കൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഭയങ്കര വിഷമേനും. എങ്ങനെയെങ്കിലും ഒരു കുറച്ചെങ്കിലും നല്ല വൃത്തിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെയും സാധനങ്ങളെല്ലാം വാങ്ങിപ്പിച്ചിട്ട് വാലൻറ്റൈൻസ് ഡേക്ക് ആക്കാമെന്ന് വെച്ചിട്ട് ഇത് കൊടുത്തിട്ടുള്ളത്. സമ്മാനമൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ പിന്നെ കേക്കെങ്കിലും ആക്കി കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ കേക്ക് മോശമില്ലാത്ത രീതിയിലെല്ലാം പൊന്തി വന്നിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ക്രീമൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിലെ വീഡിയോസെല്ലാം കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നേറ്റ വീഡിയോസിലൊന്നും കണ്ടു നോക്കുക. താങ്ക്